നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് 2026 അതാ ആയുസ്സിൽ നിന്ന് ഒരു ഇതള് കൂടി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ആളുകളെ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. ദീന് വിശ്വസിച്ച് ദീനായി ജീവിക്കുന്ന ആളുകളോടാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ പല വിധത്തിലുള്ള ആളുകളുണ്ടാകും, പല വിശ്വാസങ്ങളുള്ള ആളുകളുണ്ടാകും, പല രീതിയിലുള്ള പ്രത്യശാസ്ത്രങ്ങളെ വിശ്വസിക്കുന്നവരുണ്ടാകും, അതിനെ അനുധാവനം ചെയ്യുന്നവരുണ്ടാകും, അതിലായി ജീവിക്കുന്നവരുണ്ടാകും. ഞാൻ ഈ പറയുന്നത് മുസ്ലിം നാമധാരികളോടല്ല. അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ച് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളോടാണ് എൻ്റെ ഈ പ്രഭാഷണമുള്ളത്. പ്രിയപ്പെട്ടവരെ, ആയുസ്സിൽ നിന്നൊരു വർഷമതാ വിട പറയാൻ പോവുകയാണ്. പുതിയൊരു വർഷാരംഭമാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, റബ്ബേ, കഴിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ ആയുസ്സിൽ നിന്ന് 365 ദിവസം അതാ കടന്നുപോയിട്ടുണ്ട്. ആ 365 ദിവസം എനിക്ക് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു പറഞ്ഞ നിയമങ്ങളോട്, അല്ലാഹുവിനോട് കൽപ്പിച്ച നിർദ്ദേശങ്ങളോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ മുഅ്മിനീങ്ങളുടെയും മുൻഗാമികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് നാണം വരികയാണ്. നമ്മളെങ്ങനെയാണ് അവരോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുക എന്നത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. മഹാന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ രാത്രികൾ അത് ഇബാദത്തിന്റെ രാത്രികളാണ്. നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, ഇഖ്ലാസിന്റെ, തഖ്വയുടെ രാത്രികളാണ്. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പണികൾ അവരുടെ ഓരോ രാത്രികളിലും ഓരോ പകലുകളിലും അവർ നിർവഹിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ രാത്രിയാണ്. ഒരു പകലെന്ന് പറഞ്ഞാൽ അത് നോമ്പിന്റെ പകലാണ്. ദിക്ർ കൊണ്ടുള്ള പരിപാടികളാണ്. സ്വലാഹിയത്തോടുകൂടി ജീവിച്ചപ്പോ ഈമാൻ കൊണ്ടവർ കൈമുതലാക്കിയതെന്താണ്? അല്ലാഹുവിലേക്ക് എത്താനുള്ളതാണ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴികളാണ് അവരതാ അവരുടെ ഇബാദത്ത് കൊണ്ട് അവര് തെരഞ്ഞെടുത്തത്. മുഅ്മിനേ, അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, ആയുസ്സിൽ നിന്ന് തീർന്നു പോവുകയാണ്. ഓരോ ദിനങ്ങളും നമ്മളിലേക്ക് പുതിയത് വരുമ്പോ നമ്മൾ ഖബറിലേക്ക് എത്താനുള്ളത് അടുത്തിട്ടുണ്ട്. ദുനിയാവിനോട് വിട പറയാൻ അതാ അടുത്തിട്ടുണ്ട്. ഖബറിലേക്കുള്ള ദൂരവും അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്. ജീവിതം എപ്പ വേണമെങ്കിലും അവസാനിക്കാവുന്നതാണ്. ആ ജീവിതം നല്ല രൂപത്തിലായില്ലെങ്കിൽ, അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിലായില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? കത്തിക്കാളുന്ന നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചെറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി കരഞ്ഞ നേതാവല്ലയോ? ആ നേതാവിനെ നമ്മൾ മറന്നു പോകരുത്. നമുക്കിന്ന്
ഭക്ഷിക്കാൻ ഭക്ഷണമുണ്ട്, മാറാൻ വസ്ത്രങ്ങളുണ്ട്, എവിടേക്ക് പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതെല്ലാം തന്ന ഇലാഹായ റബ്ബിനെ മറന്ന് റബ്ബിന്റെ നിർദ്ദേശങ്ങളും റബ്ബിന്റെ നിയമങ്ങളും വലിച്ചെറിഞ്ഞ് കാറ്റിൽ പറത്തി വിടുമ്പോ എനിക്കും നിങ്ങൾക്കും എങ്ങനെ പറയാനാകും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാൻ അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുധാവനം ചെയ്യുന്നവനാണ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതുകൊണ്ട് ഈയൊരു ആയുസ് തീരുമ്പോഴേക്ക്, പുതിയൊരു വർഷം വരുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനിയുള്ള കാലം എത്രയാണ് റബ്ബ് തന്നതെന്ന് അറിയില്ല, ഇനി എത്ര കൊല്ലമുണ്ട് എന്ന് അറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ജീവിതം അത് തഖ്വയിലാവണം, അത് ഈമാനിലാവണം, അത് ഇഖ്ലാസിലാവണം. അല്ലാഹു തആല നമ്മളോട് വെച്ച നിയമങ്ങൾ, നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ, നമ്മളോട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, എന്താണോ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചത്, എന്താണോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത്, അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈമാനോടുകൂടിയുള്ള മരണം റബ്ബ് തരിക. ഈമാനോടുകൂടിയുള്ള മരണം റബ്ബ് തരണമെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളെ, തങ്ങൾ കൊണ്ടുവന്ന നിർദ്ദേശങ്ങളെ ശിരസാ വഹിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക, നമ്മളെ മുഅ്മിനെന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിനയത്തോടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ആയുസ് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം. പുതിയ വർഷം അടുത്ത കൊല്ലവും വരും, അതിൻ്റെ അടുത്ത കൊല്ലവും വരും. പക്ഷേ ആഘോഷിക്കാൻ നമ്മൾ ബാക്കിയുണ്ടാകുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ശേഷിക്കുന്ന ജീവിതമത്രയും അല്ലാഹുവിനും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തപ്പെട്ട രൂപത്തിൽ നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്തണം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരുന്നതാണ്, എല്ലാ കുറവുകളും പുറത്തു തരുന്നതാണ്, എല്ലാ തെറ്റുകളും റബ്ബ് പുറത്തു തരും. 100 കൊല ചെയ്ത ആൾക്ക് വരെ റബ്ബ് പുറത്തു കൊടുത്തിട്ടില്ലേ? ഖബറിൽ വെച്ച് മയ്യത്തിനെ വ്യഭിചരിച്ചവർക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടില്ലേ? എന്തായാലും നമ്മൾ അത്രയും വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് പോലും ഗഫാറായ റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു തആല പുറത്തു തരാതിരിക്കുമോ എന്ന് ചിന്തിച്ച് ഈ ഒരു പുതുവർഷം നമ്മളിലേക്ക് വരുമ്പോ ജീവിതത്തെ വേണ്ട രൂപത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഈമാനോടുകൂടി ജീവിക്കാനുള്ള വഴികൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്.